കട്ട് അനാർക്കലി 6 to 7 meters ആയിട്ട് വരുന്നതാണ് അംബ്രല കട്ട് അനാർക്കലി. യോക്കിലെ ഹെവി വർക്ക് കൊടുത്തിട്ട് യോക്കട്ട് കൊടുത്തിട്ട് താഴത്തേക്ക് ഫുൾ ആയിട്ട് ഫ്ലേഡ് ആയിട്ട് അംബ്രല കട്ടിൽ വരുന്നതാണ് അംബ്രല കട്ട് അനാർക്കലി. ഇതാണ് പാനൽ കട്ട് അനാർക്കലി. ചെറിയ പാനൽസ് കൊണ്ട് ഓൾ ഓവർ ഫ്ലെയർ ഫില്ല് ചെയ്യുന്നതാണ് നമ്മുടെ പാനൽ കട്ട് അനാർക്കലി. പാനൽ കട്ട് അനാർക്കലിന്റെ ടോപ്പ് എൻഡിലായിട്ട് നമ്മൾ ചെറിയൊരു ബോർഡർ വർക്കും കൂടി കൊടുക്കുന്നുണ്ട്. ഈ ബോർഡേഴ്സ് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് ഇത് കിടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നല്ല ഫ്ലെയർഡ് ആയിട്ട് തന്നെയാണ് പാനൽ കട്ട് അനാർക്കലീസ് വരുന്നത്. ഇപ്പൊ ഇട്ടേക്കുന്നതാണ് എ ലൈൻ കട്ട് ടോപ്പ്. സൈഡ് മൊത്തം കവേർഡ് ആയിട്ട് ചെറിയൊരു മിനിമൽ ഫ്ലെയറിൽ വരുന്ന ടോപ്പാണ് എ ലൈൻ കട്ട് ടോപ്പ്. ഇതാണ് ഫ്രിൽ എ ലൈൻ ടോപ്പ്. നമ്മൾ യോക്കട്ട് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത്. ബാക്കിൽ നമ്മുടെ നോർമൽ എ ലൈൻ പോലത്തെ കട്ടാണ്, ടക്കാണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടേക്കുന്നതാണ് സൈഡ് സ്ലിറ്റ് കുർത്ത ടോപ്പ്. സൈഡ് സ്ലിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ബോത്ത് സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ സൈഡ് സ്ലിറ്റ് കുർത്ത ടോപ്പ്. ഫുള്ളി സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിങ് ആണ്. താങ്ക് യു.